ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളപ്പോൾ ഓസ്ട്രിയയിലെ ലോഡിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഫ്രാൻസിൽ പോയിട്ട് മെറ്റീരിയൽസ് അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം Gira a la izquierda en Seibenstrasse, después gira a la derecha. എന്നിട്ട് വേണം അടുത്ത പരിപാടി നമുക്ക് നോക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് അധികം റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാന്യമായ രീതിയിൽ പൗസ് അടിച്ചു. ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ അതവർക്കും കാണിച്ചു. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. 8 മണിക്കാണ് പറഞ്ഞത്, പക്ഷെ പുള്ളി അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു 8 മണിക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. പക്ഷെ അപ്പോഴേക്കും പുള്ളി വന്ന് ഇറക്കി. അത് കഴിഞ്ഞു, കാലത്ത് തന്നെ പരിപാടി കഴിഞ്ഞു. നമ്മളിഞ്ഞ് തിരിച്ച് ഇപ്പോൾ ജർമ്മനി കയറി, അതുവഴി നേരെ ഫ്രാൻസിൽ കയറി, അവിടെ ലോഡ് ഇറക്കി. ബാക്കിയുള്ള കാര്യം എന്തിട്ടാന്ന് അറിയില്ല. ഇന്നവിടെ ലോഡ് ഇറക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് അപ്പോൾ വഴി. ഇതെല്ലാം ലോഡ് കയറ്റാനുള്ള വണ്ടികളാണെന്ന് തോന്നണേ. എന്ന് കയറ്റി തീരുമെന്ന് എനിക്കറിയില്ല. ഓ, Toma la salida a la derecha en dirección a 14, después mantente a la derecha. അല്ലല്ല, ലോഡ് അറിയില്ല. നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തിരിഞ്ഞ് Mantente a la derecha por Seibenstrasse, después gira a la izquierda por la primera calle. നൈസായിട്ട് കയറി പോവാം. അവിടെ എന്തോ റെസ്ട്രിക്ഷൻസ് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. Gira a la izquierda en Seibenstrasse. കാര്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ വരണം വെച്ചിട്ടുണ്ട്. എന്താന്നുള്ളത് അവിടേക്ക് കയറിയിട്ട് നോക്കാം നമുക്ക്. En 600 1.3 metros, കിലോമീറ്റർ. gira a la derecha en la E60. ഹൈവേയിലേക്ക് കയറാം. Gira a la derecha en la E60. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ കയറി സംഭവം കഴിഞ്ഞു. കൈയോടെ തന്നെ വിട പറയണം. അധികം അകത്തോട്ട് കയറിയില്ല. ഇവിടെ പിന്നെ വലിയ തിരക്ക് പിടിച്ചിട്ട് കാര്യമൊന്നും തോന്നണില്ല. അതെ, വീണ്ടും 80, മഴയാണെങ്കിൽ 80, 60.
അതെ, ഇവിടെ അതിൻ്റെ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും Sigue por la 14. സ്പീഡ് ലിമിറ്റ് 60. ഇപ്പോഴത്തെ വഴിക്ക് 2.1 വീതിയുള്ള വണ്ടികൾ കയറാനും പാടില്ല. അതായത് 3.5 ടൺ എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ. ഓസ്ട്രേലിയക്ക് കയറാനും അതുപോലെ തന്നെ അതേ അവിടെ റഡാർ വെച്ചാൽ 60-ൻ്റെ ഇതേ ഇരിക്കുന്നത്. ഓസ്ട്രേലിയക്ക് കയറാനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനും വണ്ടികളുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ബോർഡറാണത്. ജർമ്മനിയിലേക്ക് ജോലിക്ക് പോകുന്ന ടീമുകളുണ്ട്. ഇത് അൽബാനിയയുടെ വണ്ടികളാണ്. ഓസ്ട്രിയയുടെ വണ്ടികളുണ്ട്, നേരെ ജർമ്മനിക്ക് ഇറങ്ങുന്ന വണ്ടികളുണ്ട്. അതേ ഭാഗത്തിൽ തന്നെ ഓസ്ട്രിയയിൽ നിന്ന് ഇങ്ങോട്ടും കയറുന്നുണ്ട്. കാലത്ത് 8:21. ഈ സമയത്തുള്ള പാസിങ് ശരിക്കും പറഞ്ഞാൽ ബോർഡർ ക്രോസ് ചെയ്യുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലക്സംബർഗിലേക്കൊക്കെ രാവിലെ ഫ്രാൻസിൽ നിന്ന് ലക്സംബർഗിലേക്കാണ് ഒഴുക്ക്. വൈകിട്ട് അതുപോലെ തന്നെ തിരിച്ചു. ഇവിടെ 2 ഭാഗത്തും ഉണ്ട് തിരക്ക്. അതിനർത്ഥം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ രീതിയിൽ ജോലിക്കുള്ള ഓട്ടങ്ങൾ എല്ലാം ഓസ്ട്രിയയുടെ വണ്ടികളാണ്. പോലീസിന്റെ വണ്ടി വേറെ. പോലീസ് Sitúate en uno de los 2 carriles de la izquierda. ട്രക്കുകൾക്ക് ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ്. 3 ലൈൻ ഉണ്ടെങ്കിലും ഇല്ല. ഇപ്പോൾ 2 ലൈനിലേക്ക് കയറണം നമ്മൾ. .5 അതിലേക്ക് കയറാൻ പാടില്ല. അതിൽ കയറി കഴിഞ്ഞാൽ പണി വളർന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഗ്രാമങ്ങളൊക്കെ ചെറിയ റോഡുകളായിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ ഈ ടണലിലേക്ക് കയറണം. കാണാം ഒന്ന് മുകളിലൊരു പള്ളി ഉണ്ട് തോന്നുന്നു. നമ്മളപ്പോൾ ഇവിടുത്തെ ടണലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും ഇവിടെ ഓട്ടോയ്ക്ക് അങ്ങ് മാറിയില്ല. നമ്മളിപ്പോൾ അതേ ബോർഡറിലേക്ക് കയറണം. ബോർഡറിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ചും കൂടെ ചെല്ലുമ്പോൾ അവിടെ ചെക്കിങ് ഉണ്ടാവും. ഇപ്പോൾ സമയം 8:30. അറിയില്ല ഇപ്പോൾ ഉണ്ടോയെന്ന്, എങ്കിലും സാധ്യതകളുണ്ട്.
നമുക്ക് ഈ പുള്ളിയുടെ പുറകെ അങ്ങോട്ട് പോവാം. ഇത് ജർമ്മൻ വണ്ടിയാ. En 2,5 kilómetros, toma la salida 3 a la derecha por la B308, después mantente a la derecha. നമുക്കിപ്പോൾ ഇന്നലെ വന്ന വഴിയിൽ കൂടെ സൈഡിൽ കൂടെ കയറി പോകേണ്ടി വരും. റേഞ്ച് ഇല്ല. Toma la salida 3 a la derecha por la B308, después mantente a la derecha. Dirígete hacia el sur y, después, Sí, gira a venga, la ruta. izquierda. Dentro de 800 metros, toma la salida de la derecha. Dentro de 600 metros, toma la salida 3 sin Marcel hacia B31, B308, en dirección sin Marcel Blindenberg. മര ചെക്കിങ് ഇതിൻ്റെ അപ്പുറത്തായിരുന്നു. നമുക്കപ്പോൾ ഈ വഴി കൂടെ കിടക്കുന്ന ചെക്കിങ്. Toma la salida 3 sin Marcel. Mantente a la derecha por la B308, después gira a la ചെക്കിങ്ങളൊക്കെ izquierda por la തുടങ്ങുള്ളൂ ഇവിടെ Dentro de ഇങ്ങോട്ട്. 300 metros, En el semáforo, gira a la izquierda gira a la hacia izquierda. B308, B31. നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈ കാണിക്കും ഞങ്ങൾക്ക്. Gira a la izquierda hacia B308, B31. അതാണ് അവരെ ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് പോണ വണ്ടികൾ പിടിക്കാനായിട്ട്. എല്ലാ വണ്ടികളല്ല, ചെക്കിങ്. Continúa por B31, Sigue por la 40 kilómetros. B308. ഇത് തന്നെയാണ് ഏകദേശം റൂട്ട്. അപ്പോൾ കൂട്ടുകാരെ നമ്മളപ്പോൾ ഓസ്ട്രിയയിൽ നിന്ന് കയറുന്നു. അവിടെ നിന്ന് നേരെ ജർമ്മനി കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഹൈവേകൾ കുറവാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പം അതിൻ്റെ പേര് ഇതുപോലത്തെ റൂട്ടുകൾ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം അതിൻ്റെ പേര് ടൈം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത്ര ടൈമിൽ അവിടെ എത്താമെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം സ്പീഡ് ലിമിറ്റൊക്കെ അങ്ങനത്തെയാണ്. ഗ്രാമങ്ങളൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പം അതിൻ്റെ പേരിൽ വലിയ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മിക്കവാറും ഒന്ന് ലോഡ് ഇറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ഉച്ച കഴിഞ്ഞവർ, പക്ഷേ എനിക്കറിയില്ല എങ്ങനെ പരിപാടിയെന്ന്. എങ്കിലും അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ കൂട്ടുകാരെ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് പിന്നെ ചെറിയ രീതിയിലുള്ള ട്രാഫിക്കൊക്കെ കവർ ചെയ്ത് സാവധാനം മുന്നോട്ട് നീങ്ങാം. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. സപ്പോർട്ടിനൊക്കെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.